സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇത് ഡ്രീം നെസ്റ്റ് മലയാളം ചാനലാണ്. ഇന്നത്തെ കഥ നിങ്ങൾ ആലോചിച്ച് ഉത്തരം തരണം കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ? ഒരിക്കൽ ഒരു രാജ്യത്ത് ബുദ്ധിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിനെ കാണാൻ 7 കവാടങ്ങൾ കടക്കണം. ഓരോ കവാടത്തിലും കാവൽക്കാർ നിൽപ്പുണ്ട്. പക്ഷേ അവർ വലിയ അഴിമതിക്കാരായിരുന്നു. അവരുടെ നിയമം വിചിത്രമായിരുന്നു. എന്താണെന്നല്ലേ? രാജാവിനെ ആരെങ്കിലും കാണാൻ വന്നാൽ അവരോട് പറയും, കയ്യിലുള്ള പണത്തിൻ്റെ പകുതി ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ അകത്തേക്ക് വിടുകയുള്ളൂ. പകുതി തരുമ്പോൾ ഒരെണ്ണം തിരിച്ചു തരും. അങ്ങനെ 7 കവാടത്തിലും നൽകുകയും വേണം. രാജാവിനെ കാണാൻ ആരും വരാതായി. ഒരു ദിവസം രാജാവ് ഈ അഴിമതി അറിഞ്ഞു. അദ്ദേഹം വളരെ നിരാശനായി. എന്നാൽ അക്കാര്യം പുറത്തു പറഞ്ഞില്ല. കാവൽക്കാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ കൊട്ടാരത്തിൻ്റെ ആദ്യത്തെ കവാടത്തിൽ ഒരു താലം നിറയെ സ്വർണ്ണ നാണയങ്ങൾ വച്ചു. എന്നിട്ട് ഒരു വിളംബരവും നടത്തി. എന്നെ കാണാൻ വരുന്നവർക്ക് താലത്തിൽ നിന്ന് എത്ര നാണയങ്ങൾ വേണമെങ്കിലും എടുക്കാം. 7 കവാടങ്ങളും കടന്ന് എൻ്റെ അടുത്തെത്തുമ്പോൾ കയ്യിൽ 2 നാണയങ്ങൾ മാത്രമേ പാടുള്ളൂ. രാജ്യം മുഴുവൻ ആശ്ചര്യപ്പെട്ടു. ഇതെങ്ങനെ സാധിക്കും? 7 കവാടങ്ങൾ പകുതി കൊടുക്കുകയും വേണം, ഒരെണ്ണം തിരികെ കിട്ടുകയും ചെയ്യും. എങ്ങനെ സാധിക്കും? ദിവസങ്ങൾ കടന്നുപോയി. ആരും മുന്നോട്ട് വന്നില്ല. അവസാനം കർഷകനായ ഒരു യുവാവ് മുന്നോട്ട് വന്നു. അവൻ താലത്തിൽ നിന്ന് ചില നാണയങ്ങൾ എടുത്തു. ഓരോ കവാടത്തിൽ നിൽക്കുന്ന കാവൽക്കാർക്ക് പകുതി നൽകി. ഒരെണ്ണം തിരികെ മേടിക്കുകയും ചെയ്തു. 7 വാതിലിലും ഇത് തന്നെ ആവർത്തിച്ചു. അവസാനം രാജാവിൻ്റെ മുന്നിലെത്തി. യുവാവ് മന്ദഹസിച്ചുകൊണ്ട് തൻ്റെ കയ്യിലെ നാണയങ്ങൾ രാജാവിനെ കാണിച്ചു. അത്ഭുതം തന്നെ, 2 നാണയങ്ങൾ മാത്രം. രാജാവിന് വലിയ സന്തോഷമായി. കാവൽക്കാരെ കബളിപ്പിച്ച് എങ്ങനെ നീ എൻ്റെ അരികിലെത്തി? ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ. ഉത്തരവും വിശദീകരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവരും ആലോചിച്ച് ഉത്തരം കമൻറ്റ് ചെയ്യണേ.